ബിന്ദു അമ്മിണി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ബിന്ദു അമ്മിണി, ശബരിമലയിൽ ആചാരങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല, വിശ്വാസികളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണമെന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയാണ്. മറുപടി സർക്കാർ അങ്ങനെ ഇതുവരെ എത്തി എന്ന് ഞാൻ കരുതുന്നില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട ചില സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ, ചീഫ് സെക്രട്ടറി ജയകുമാർ സാറിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞാണ് നമ്മൾ കേട്ടത്. അപ്പൊ ക്യാബിനറ്റ് ഉണ്ട്, ക്യാബിനറ്റിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അതെ, ഉണ്ടാകുമെന്നാണ് നമ്മൾ അറിയുന്നത്. ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുകയും ഇവിടെ സുപ്രീം കോടതിയിൽ അഡ്വക്കറ്റ് ഫയൽ ചെയ്യുകയും അത് നമ്മുടെ കയ്യിൽ കിട്ടുകയും ചെയ്താലേ ഇതിന്റെ വസ്തുത നമുക്ക് അറിയുള്ളൂ. എന്നാലും ലഭ്യമായ വിവരം വെച്ചിട്ട് അങ്ങനെ ഒരു നിലപാട് മാറ്റത്തിലേക്കാണ് പോകുന്നത് എങ്കിൽ അത് വലിയ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചു വരുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്ന ഈ അവകാശങ്ങളെല്ലാം തന്നെ വെറുതെ നമുക്ക് ആരെങ്കിലും തന്നതല്ല, നമുക്ക് ഭരണഘടനയിലൂടെ കിട്ടിയതാണ്, നിരവധിയായ അവകാശ പോരാട്ടങ്ങളിലൂടെ ലഭിച്ചതാണ്. ഇങ്ങനെയുള്ള ഈ അവകാശങ്ങളെ റദ്ദു ചെയ്യുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ ഈ നിമിഷം വരെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അവര് ഏതെങ്കിലും തരത്തില് തുല്യനീതിയിലൂന്നിയ ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിലേക്ക് പോകാൻ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് കഴിയുക എന്ന് പറഞ്ഞാൽ അവരുടെ മൂല്യസ്തുതിയാണ്. ലക്ഷക്കണക്കിനായ ആളുകൾ, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ലക്ഷക്കണക്കിനായ ആളുകൾ ഉറപ്പായും ഇതിന് നിലപാടെടുക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു കാരണവശാലും CPM-ഓ CPM-മായി ബന്ധപ്പെട്ട സംഘടനകളോ ഒന്നും തന്നെ അത്തരം ഒരു ആന്റി സോഷ്യൽ നിലപാട്, മനുഷ്യത്വ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് ദേവസ്വം ബോർഡൊക്കെ തന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ഈ ശബരിമല ഉള്ളത്. അപ്പൊ ബിന്ദു അമ്മിണി, ഇപ്പോഴും അതിലൊരു വിശ്വാസം സർക്കാരിന് മേൽ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ സർക്കാരിന്റെ മേലെ ഒന്നുള്ളതല്ല, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു സ്ഥാപനമാണ് സർക്കാർ എന്ന് പറയുന്നത്. ആ സർക്കാർ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ന് അവരുടെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹെഡായ ജയകുമാർ പോലെയുള്ള ചീഫ് സെക്രട്ടറി പോലെയുള്ള ആളുകൾ നിയമത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത തരത്തിലാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് എന്നാണ് പറയുന്നത്. ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾക്കെതിരായിട്ട് ഒരു നിയമങ്ങളും ഉണ്ടാക്കുവാനോ ഉണ്ടാക്കിയ നിയമങ്ങൾ നിലനിൽക്കുകയില്ല എന്ന് പറയുന്ന ആ ആർട്ടിക്കിൾ 13 നമുക്ക് വിശ്വാസമുണ്ട്. ഇനി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആർട്ടിക്കിൾ 13 അനുസരിച്ച് നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ പോകാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് പല ഇതും നിലനിൽക്കുന്നുണ്ട്. ഇവിടെ നിലനിൽക്കുന്ന റിവ്യൂ പരിഗണിക്കുന്ന സമയത്ത്, സുപ്രീം കോടതി റിവ്യൂ പരിഗണിക്കുന്ന സമയത്ത് ഇത്തരത്തില് ഒരു നിലപാട് സ്ഥാപിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുപ്രീം കോടതിയുടെ തന്നെ റീസെന്റ് ആയിട്ടുള്ള പല ഒബ്സർവേഷൻസും തുല്യനീതിയിലൂന്നിയതാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. ഇനി കേരള ഗവൺമെന്റ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്താൽ പോലും സുപ്രീം കോടതി അത് തള്ളിക്കളയുന്നു. ബിന്ദുമണി, 2007 ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. അതിനുശേഷം 2018 വിധി വരുന്നു, പ്രക്ഷോഭമുണ്ടാകുന്നു, സർക്കാർ അവിടെ നൽകുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട്. അതിൽ നിന്നും ഇത്രയും വർഷം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു അഫിഡവിറ്റിൽ ഒരു മാറ്റം വരുത്തുന്നു. ബിന്ദു അമ്മിണി ഇപ്പോഴും പറയുന്നു ക്യാബിനറ്റ് തീരുമാനം വരട്ടെ എന്ന്. പക്ഷേ അതിൻ്റെ ഒരു സമയം ഇനി അധികമില്ല. ഈ രീതിയിലുള്ള നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന, പ്രതിപാദിക്കുന്ന ആ വിഷയത്തിനനുസരിച്ചുള്ള തീരുമാനം വരാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അതേതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾക്ക് കാരണം ഒരേ കാലഘട്ടത്തിലുള്ള സർക്കാരിന്റെ മറ്റൊരു അഫിഡവിറ്റ് കൂടി വരികയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമോ? തീർച്ചയായിട്ടും എപ്പോ വേണമെന്നുണ്ടെങ്കിലും അവിടെ മാറ്റി കൊടുക്കാൻ ഇവരെല്ലാം UDF സർക്കാരിന്റെ സമയത്താണ് ആദ്യം അവിടെ ഇത് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പാർട്ടി എന്നുള്ളതല്ല, അവിടെ പാർട്ടി UDF ആണോ LDF ആണോ BJP ആണോ എന്നുള്ളതൊന്നുമല്ല, സർക്കാരാണ്. ഓപ്പോസിറ്റ് പാർട്ടി എന്ന് പറയുന്നത് കേരള സർക്കാരാണ്. അപ്പൊ കേരള സർക്കാരിനെ റെപ്രസെന്റ് ചെയ്ത് ഏത് പാർട്ടി വരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. ആ വരുന്ന ആൾക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് മാറ്റാനുള്ള റൈറ്റ് അവർക്ക് ഉള്ളതാണ്. പക്ഷെ ഇവിടെ ഇൻഡിവിജ്വൽ പ്രൈവറ്റ് പാർട്ടി അല്ല, ഇവിടെ ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കേണ്ടതാണ്. ശരി ബിന്ദു അമ്മിണി, വളരെയധികം നന്ദി. ബിന്ദു അമ്മിണി ഇപ്പോഴും സർക്കാർ നിലപാട് മാറ്റില്ല എന്ന വിശ്വാസത്തിലാണ് സംസാരിക്കുന്നത്.